വെള്ളിക്കള്ളൻ പോലീസ് പിടിയിൽ. വെള്ളിമോഷണം തൊഴിലാക്കിയ ബീഹാർ സ്വദേശി മഹേന്ദ്ര സിംഗ് എന്ന മഹേന്ദ്രകുമാറിനെയാണ് കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത്. 2022 കണ്ണൂരിലെ ഹർഷിത ജ്വല്ലറിയിൽ നിന്നും ഇയാൾ 10 കിലോ വെള്ളി മോഷ്ടിച്ചിരുന്നു. ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ഇതേ ജ്വല്ലറിയിൽ നിന്നും രാത്രി വെള്ളി മോഷ്ടിക്കാൻ ശ്രമിക്കവേ പോലീസ് വാഹനം കണ്ട് ഓടി രക്ഷപ്പെടുകയാണുണ്ടായത്. 2011 വൈത്തിരിയിലെ ഒരു മോഷണ സംഭവത്തിൽ ഇയാളുടെ ഫിംഗർ പ്രിന്റ് പോലീസിന് ലഭിച്ചിരുന്നു. ഇതും ഹർഷിത ജ്വല്ലറിയുടെ പരിസരത്ത് നിന്നുള്ള CCTV ദൃശ്യങ്ങളും വഴിയാണ് പ്രതിയെപ്പറ്റി പോലീസിന് വ്യക്തമായ ധാരണയിൽ എത്താനായത്. ഇയാളുടെ സ്വദേശമായ ബീഹാറിന്റെ തലസ്ഥാനമായ പാട്നയിലെ കഗാരിയയിൽ നിന്നാണ് കണ്ണൂർ ടൗൺ പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വേറെയും പല സംസ്ഥാനങ്ങളിലും ഇയാൾ മോഷണം നടത്തിയിട്ടുണ്ടാകും എന്ന നിഗമനത്തിലാണ് പോലീസ്. 2024 ജൂൺ മാസം കണ്ണൂര് ഹർഷിത ജ്വല്ലറിയിൽ നടന്ന 2024 ജൂൺ മാസം കണ്ണൂരിൽ ഹർഷിത ജ്വല്ലറിയിൽ നടന്ന ഒരു ജ്വല്ലറി മോഷണത്തിലെ കേസിലെ പ്രതിയെ ഞങ്ങൾ കണ്ണൂർ ടൗൺ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവൻ്റെ പേര് ധർമ്മേന്ദ്ര സിംഗ് എന്നാണ്. ബീഹാറിലെ പാറ്റ്ന സ്വദേശിയാണ്. നേപ്പാൾ ബോർഡറിൽ വെച്ചാണ് ഇന്നലെ ഞങ്ങൾക്ക് അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയത്. അവന് 2022 ഇതേ സെയിം ജ്വല്ലറിയിൽ അവൻ മോഷണം നടത്തിയിരുന്നു. ഇവൻ്റെ രീതി വെള്ളി ആഭരണങ്ങളാണ് ഇവൻ എപ്പോഴും കളവ് നടത്തുക. വെള്ളി ആഭരണങ്ങൾ 2011 ഇവന് വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ, വയനാട് വൈത്തിരി പോലീസ് സ്റ്റേഷനിലും ഒരു കളവ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ വീട് ശരിക്കും പാറ്റ്നയാണ്. അവിടെ നിന്ന് ട്രെയിൻ മാർഗം കണ്ണൂർ കേരളത്തിൽ വന്ന് വിവിധ സ്ഥലങ്ങളിൽ ഇവന് കളവ് നടത്തിയതായി സംശയിക്കുന്നുണ്ട്. ഇവൻ്റെ ഫോൺ ഡീറ്റെയിൽസും മറ്റും പരിശോധിച്ചപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത്. ഇവന് ബീഹാറിലും കേസുകളുണ്ട്. ഇന്നലെ ഞങ്ങളെ ടൗൺ പോലീസ് സ്റ്റേഷനിലെ സ്ക്വാഡ് അംഗങ്ങൾ കഴിഞ്ഞ ദിവസം പോയിട്ടാണ് അവിടുന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ CCTV ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു. കൂടുതൽ കേസുകൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം തെളിയാത്ത ഇതുപോലെയുള്ള കേസുകളുണ്ട്. അത് കൂടുതലായിട്ട് ഞങ്ങൾ ചോദ്യം ചെയ്ത് വരികയാണ്.